അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ആൻമരിയ. ഞാൻ പാലാരൂപതയിലെ കയ്യൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഒക്ടോബർ മാസം 25 ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. കോവിഡ് ടൈം ആയതിനാൽ ഞാൻ യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കയറി വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ സംഭവിക്കുന്നു. ഞാൻ ആ സമയത്ത് UK പോകാനായിട്ട്, ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പോകുന്നതിനെപ്പറ്റി ഞാൻ പ്രയറായിട്ട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജനുവരി ഇൻടേക്കിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒക്ടോബർ ലാസ്റ്റ് ടൈമായി. ആ സമയത്ത് ഞാൻ PGയുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൂടെയായിരുന്നു. ഞാൻ ഏജൻസികളെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്ക് PG ഹൈഡ് ചെയ്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് സമ്മതമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എൻ്റെ 2 വർഷം പോകും, എനിക്ക് PG വെച്ച് തന്നെ അഡ്മിഷന് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് നോ പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് ഓൺലൈനിലൂടെ ഒരു ഏജൻസിനെ കിട്ടി. ഞാൻ അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഫോംസൊക്കെ ഇട്ടു. ഒക്കെ അവരെന്നോട് പറഞ്ഞു നമുക്ക് PG വെച്ച് തന്നെ, അതായത് PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ലാസ്റ്റ് ടൈമാണ്, നമുക്കെന്നാലും നോക്കാം, പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വിത്തിൻ ഒരു 4 ഡേയ്സിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. MSc ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടിയായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. ആ കോഴ്സ് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ യൂണിവേഴ്സിറ്റി എന്നോട് 7 lakhs ഫീസ് അടയ്ക്കാനായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഫാമിലി അത് ഫീസ് അടച്ചു. അതിന് ശേഷമാണ് നമുക്ക് UK പുറത്ത് പോകുന്നവർക്കറിയാം, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് കാണിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് നമുക്ക് ലോൺ വെക്കാമെന്ന് ഓർത്തു. പക്ഷേ സമയം വളരെ ചുരുക്കമാണ്. അതിനു മുമ്പ് ലോൺ വെച്ചുള്ള ഒരിതും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാസ്സാകുമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ആൻമരിയ, 3 months ആയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഇട്ടവരുണ്ട്, അവരുടെ ഒന്നും ലോൺ പാസ്സായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം, എനിക്ക് ജനുവരി ഇൻടേക്കിൽ പോകേണ്ടതാണ്, ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനാണ് ഞാൻ ബാങ്കിൽ ലോണിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവർ പേപ്പറൊക്കെ, ഞാൻ SBI അല്ലാതെ ഞാൻ വേറൊരു ബാങ്കിനെ പറ്റി ചിന്തിച്ചില്ല, ഞാൻ വേറൊരു ഓപ്ഷനെ പറ്റി ഞാൻ മുമ്പിൽ കാണുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കിത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ ഏതൊക്കെ ഓഫീസിൽ എന്തൊക്കെ ഇതിന് പോയാലും ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഞാൻ വോളിയം കുറച്ച് വെച്ച് ഈ പ്രാർത്ഥന ഓണാക്കി ഞാൻ എൻ്റെ ബാഗ് വെക്കും. അതിപ്പം ബാങ്കിൽ ചെന്നാലും ഞാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നുള്ള പേപ്പറൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിരുന്നു, ഇത് കൃപാസനത്തിലെ കാശ് രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശ് രൂപം തന്നു. അപ്പം ഞാൻ ആ കാശ് രൂപം 1 സെക്കൻഡ് എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ലോൺ ഒന്ന് പാസ്സാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാഡത്തിനോട് ചോദിച്ചു, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ഓക്കെ, നീ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ആ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ ഒത്തിരി കരഞ്ഞോണ്ട് തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ, സമയം ഒട്ടുമില്ല, എനിക്ക് ജനുവരി ഇൻടേക്ക് തന്നെ പോകണം, മാതാവ് എനിക്ക് ഈ ലോൺ പാസ്സാക്കി തന്നേ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ റാസ്മെക്കിൽ പോയി, പാലാ റാസ്മെക്ക് ഓഫീസിൽ പോയി. അവിടെ നമുക്ക് ലോൺ സാങ്ഷൻ ആകുമ്പോൾ മാത്രമേ അവർ നമ്മളെ വിളിക്കത്തുള്ളൂ. എൻ്റെ ലോണിൻ്റെ ഒരു കാര്യങ്ങൾ പോലും, പേപ്പർ ജസ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്തെന്നല്ലാതെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ, 3 മാസം മുമ്പുള്ള ആപ്ലിക്കേഷൻ വരെ ഇവിടെ കിടക്കും. അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാർ, എനിക്ക് പോകാൻ ഇനി കറക്റ്റ് 1 മാസമേ ഉള്ളൂ, ഞാൻ ഓൾറെഡി 7 lakhs ഫീസ് അടച്ചു, എനിക്ക് ലോൺ വേണം, എനിക്ക് എങ്ങനെയും പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു, ആൻമരിയ, നീ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ, ലോൺ എന്താണെങ്കിലും പാസ്സാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി. കാരണം രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട്
ഞാൻ എപ്പോഴും ഭയങ്കര കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്കിത് തരാത്തെ. ഈവൺ ഞാനൊരു എക്സാമിന് പോലെ എനിക്കൊരു മാർക്ക് പറഞ്ഞാൽ പറയും, മാതാവേ ഞാൻ എന്തേരം പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നീ എനിക്ക് തന്നില്ല. ഐ ഓൾവേസ് കംപ്ലൈൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. എന്നിട്ട് ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, എന്നാലും ഒരു സമയത്തേക്ക് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് സെക്കൻഡിലേക്ക് ഞാൻ പെട്ടെന്നൊരു അവിശ്വാസിയെ പോലെ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അച്ചാച്ച എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ലടി മാതാവ് നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ ഓൺ ദ സെക്കൻഡിൽ തന്നെ ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് പോയത്. എൻ്റെ ഫോണിലോട്ട് ബാങ്കുകാർ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ അച്ചാച്ചൻ്റെ ഫോണിലോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് ബാങ്കിൽ തിരിച്ച് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ തിരിച്ച് കയറി ചെന്നു. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, ആൻമരിയ നീ ചൊവ്വാഴ്ച പോരെ, നിൻ്റെ ബാങ്കിലെ ലോൺ ഇവിടെ പാസ്സായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. കാരണം 3 മാസം മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ പോലും 3-6 മാസമൊക്കെ ഉണ്ട്, അവരുടെ പോലും ലോൺ പാസ്സാകാതെ എൻ്റെ ലോണ് വെറും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് SBI ബാങ്കിലാണ്. SBI ബാങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഒരു ലോൺ സാങ്ഷൻ ആകുമെന്ന് പറഞ്ഞാൽ ലോൺ വെക്കുന്നവർക്കറിയാം അത് എത്രത്തോളം പാടാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ലോണ് സാങ്ഷൻ ആയത്. അപ്പോൾ ആ മേഡം എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ, ഓക്കെ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് ആലപ്പുഴയിൽ ഒരു കൃപാസനം ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കൃപാസന പത്രം എൻ്റെ അമ്മ എനിക്ക് എക്സാമിന് പോകുന്നേരത്തിൻ്റെ ബാഗിൽ വെച്ച് തന്നിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഏതൊക്കെ എക്സാമിന് ആ പത്രമായിട്ട് എൻ്റെ ബാഗിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ആ പത്രമായിട്ട് ഞാൻ പോയോ ആ എക്സാമിനൊക്കെ ഞാൻ നല്ല രീതിയിൽ നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു, ഞാൻ PG MA ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3 സപ്ലി ഉണ്ടായിരുന്നു. ആ സപ്ലി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അതായത് ഒരു സബ്ജക്റ്റിന് എനിക്ക് 27 മാർക്ക് എനിക്ക് ജയിക്കാനായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ആരോ എന്നോട് പറയുകയാണ്, മാതാവ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ആൻമരിയ നീ റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, സപ്ലിമെൻ്ററി എക്സാം എഴുതിയില്ലെങ്കിൽ ഞാൻ അവിടെ ഫെയിൽ ആവുക ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം എന്ന് പറയുന്നത് റീവാലുവേഷന് മുമ്പാണ്. അപ്പം ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഞാൻ റീവാലുവേഷന് തന്നെ കൊടുത്തു. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പേപ്പർ എടുപ്പിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ എൻ്റെ ഫോണിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഓണാക്കി വെച്ച് ഞാൻ ആ ഓഫീസിൽ കയറി ഞാൻ എൻ്റെ പേപ്പർ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് മാർക്കിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ സമയത്ത് ആപ്ലിക്കേഷനൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേന് ഞാൻ 27 മാർക്കോടെ, അതായത് ഞാൻ ഫെയിലായ സബ്ജക്റ്റിന് 27 മാർക്കോടെ 27 മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടി, ഞാൻ പാസ്സായി. അതെൻ്റെ PG പേപ്പറാണ് നോക്കണം. 3 സബ്ജക്റ്റിനും എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അത് ഒരു സാറല്ല, ഒരു ടീച്ചർ ചെക്ക് ചെയ്ത പേപ്പർ പിന്നീട് അത് റീവാലുവേഷൻ ചെയ്തു. അപ്പോൾ അത് മാതാവിൻ്റെ ഒരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ മാതാവ് ആ പേപ്പർ ചെക്ക് ചെയ്ത സാറിനെ അല്ലെ ടീച്ചറിൻ്റെ മനസ്സിൽ എന്നെ പാസ്സാക്കണം, അല്ലെങ്കിൽ ഈ പേപ്പർ ഉറപ്പായിട്ടും പാസ്സാകണം എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ പാസ്സായ ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ 3 സബ്ജക്റ്റും ഒരു സപ്ലിമെൻ്ററി എക്സാം പോലും ഇല്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റീവാലുവേഷൻ വെച്ചതുകൊണ്ട് മാത്രം ഞാൻ പാസ്സായി. അമ്മ മാതാവിന് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ആ എക്സാം പാസ്സാക്കിയതിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ UK ഞാൻ 2022 ജനുവരിയിൽ ഞാൻ ചെന്നു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവിടെ വന്ന സ്റ്റുഡൻസ് എല്ലാം ആ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനായിട്ട് തുടങ്ങി, പാർട്ട് ടൈം കിട്ടാത്തതുകൊണ്ട്. ഞാൻ ചെന്ന വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് പാർട്ട് ടൈം ജോബ് സെറ്റായി. എൻ്റെ പഠിത്തം തീരുന്നോടം വരെ ഞാൻ ആ സെയിം പാർട്ട് ടൈം ജോബ് തന്നെ, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഒരു പാർട്ട് ടൈം ജോബ്. നമുക്ക് വെക്കേഷൻ വന്നാൽ നമുക്ക് 40 അവേഴ്സ് ജോലി ചെയ്യാം. അപ്പോൾ പല കുട്ടികൾക്ക് 40 അവേഴ്സ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലെ എൻ്റെ വെക്കേഷൻ്റെ സമയത്ത് 40 അവേഴ്സ് കിട്ടാത്ത ഒരാഴ്ച പോലും ഇല്ലായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് എന്നും ജോലി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പാർട്ട് ടൈം ജോബും വളരെ നന്നായിട്ട് എനിക്ക് മാതാവ് പാർട്ട് ടൈം ജോബ് തന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ PSW കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടുക, എനിക്ക് UK ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. മോർ ദാൻ തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടു. ഞാനും എൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇട്ടുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേനും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അല്ല 2 ദിവസം കഴിയുമ്പോൾ മെയിൽ നോക്കുമ്പം അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് സെലക്റ്റഡ് എന്നായിരുന്നു എൻ്റെ എല്ലാ മെയിലും വരുന്നത്. മോർ ദാൻ തൗസൻഡ്സ്, അതായത്
ജോലി അപ്ലൈ ചെയ്തവർക്കറിയാം, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു. ഞാൻ 2 വർഷത്തിന് ശേഷം UK-ന്ന് കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഞാൻ പോരുന്നതിൻ്റെ തലേദിവസം എനിക്ക് ലിങ്ക്ഡിനിൽ എനിക്കൊരു മെസ്സേജ് വന്നു, കുഡ് യു പ്ലീസ് സെൻഡ് യുവർ CV. ഒരു കമ്പനിയുടെ ഒരു മാനേജർ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്, എൻ്റെ CV ഒന്ന് ഫോർവേഡ് ചെയ്യാവുന്ന. ഓക്കെ, ഞാൻ CV കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് വരെ ഞാൻ പോയി ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യനായിട്ട് ഞാൻ മാത്രമുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിട്ട ഇൻ്റർവ്യൂ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക്, പക്ഷേ ഞാൻ എല്ലാം പ്രിപ്പയർ ആയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പേപ്പർ നോക്കിയില്ലായിരുന്നു, സോ സോറി, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8th ഫ്ലോറിൽ നിന്നുള്ള ഒരു ബാങ്കിൻ്റെ ഇലക്ഷന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് തന്നെ വിട്ടു, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാൻ അയച്ചു. എന്നിട്ട് അന്ന് രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ നാട്ടിൽ വന്നപ്പം അവരെന്നോട് പറഞ്ഞു നമുക്കെന്നാൽ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാം, ഓഫ്ലൈൻ പോലും അല്ല ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. അത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ, ഞാൻ യെസ് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അന്ന് വൈകിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അവർ ഇൻ്റർവ്യൂ എടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മാതാവേ, ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു, മാതാവിന് തന്നെ അറിയാം 1000 അല്ല അതിനും എബവ് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, എല്ലാം റിജക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് എനിക്ക് ആ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള പോസ്റ്റിലോട്ടാണ് എന്നെ അവർ സെലക്ട് ചെയ്തത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ UK-ക്ക് പോയതും അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഈ ജോലി കിട്ടിയതും. അത് കഴിഞ്ഞ് അങ്ങനെ ജോലി കിട്ടി. 1 വർഷം കംപ്ലീറ്റ് ആകുന്ന സമയമായപ്പോഴത്തേനും വർക്ക് വിസ നമുക്ക് വേണം. വർക്ക് വിസ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ UK-യിൽ ഒരു വർക്ക് വിസ തരിക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മ മാതാവായിട്ടാണ് എന്നെ UK-യിൽ എത്തിച്ചത്. അപ്പം ഇനി മുമ്പോട്ടുള്ള കാര്യം അമ്മ മാതാവ് തന്നെയാണ് നോക്കേണ്ടത്. എനിക്ക് ഈ കമ്പനിയിൽ ജോലി തന്നത് അമ്മ മാതാവാണ്. കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഇൻ്റർവ്യൂ പോസ്റ്റിൽ നിന്ന് അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അമ്മ മാതാവാണ് എന്നെ ഉയർത്തിയത്. അപ്പോഴേ എനിക്ക് വർക്ക് വിസ അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കല്ലേ, ഇത് അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ കമ്പനിയായിട്ട് സംസാരിച്ചു. അവർ നമുക്ക് വർക്ക് വിസ തരാമെന്ന് അവർ എഗ്രി ചെയ്തു. ആ സമയത്ത് UK-യിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് തിരിച്ച് വരാനായിട്ട് തുടങ്ങി. റൂൾസ് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഒരു 4 മാസം മുമ്പ് എൻ്റെ വർക്ക് വിസയുടെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു. വിസ വെച്ചതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓൾമോസ്റ്റ് 3 to 4 വീക്സ് എടുക്കും നമ്മൾ നോർമലായിട്ടൊരു വിസ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചത്. അമ്മ മാതാവിന് ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ് ഗ്രേസ്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ ശരിക്കും ആർക്കും, എൻ്റെ കസിൻസിനൊന്നും കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എക്സാം പാസ്സായി, എൻ്റെ ലോണ് ഒന്നും ഇല്ല, ഉറപ്പായിട്ടും ഇത് ആകില്ല എന്ന് പറഞ്ഞ ലോൺ വരെ എനിക്ക് വിത്തിൻ ഒരു 5 to 6 ഡേയ്സിനുള്ളിൽ പാസ്സായി. 3 to 6 months പോലും വെയിറ്റ് ചെയ്തവർക്കൊന്നും പാസ്സാകാത്ത ലോണ് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സായി. അങ്ങനെ ഞാൻ അവരോടെല്ലാം പറഞ്ഞു. അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴും അവർ ഉടമ്പടി ജീവിതത്തിൽ കഴിയാണ്. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ, ഇവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, കുമ്പസാരിക്കാറുണ്ടായിരുന്നു.
രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്. അപ്പോൾ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെർമായ ചാപ്റ്റർ 33 വേഴ്സ് 3. പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ ദൈവത്തെ സമീപിക്കാനാണ് ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം ഒരിക്കലും നിശബ്ദനായിരിക്കുന്നില്ല. സത്യസന്ധമായി നാം വിളിക്കുമ്പോൾ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നയിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതാണ് നമ്മൾ ആൻ മരിയ എന്ന മകളുടെ സാക്ഷ്യത്തിലും കാണുന്നത്. ഈശോയും അമ്മയും കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ലൊരു ഉടമ്പടി ജീവിതം. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഓൺലൈനിലാണ്, ഉപരിപഠനത്തിൻ്റെ തടസ്സമായിരുന്നപ്പോഴാണ് ഈ മകൾ ഉടമ്പടി എടുക്കാൻ വന്നത്. പിന്നീടുള്ള ജീവിതം മുഴുവനും ഈശോയും അമ്മയും കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഉപരിപഠനത്തിനുള്ള ആദ്യത്തെ നിയോഗം തന്നെ ഈശോയും അമ്മയും നടത്തി കൊടുത്തപ്പോൾ ഈ മകളുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. പിന്നീടാണ് ഒരു വലിയ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഫ്രം SBI ബാങ്ക് മാനേജറിൽ കൂടെ തന്നെ ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. ആ മാനേജറാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്, കൃപാസന അമ്മയുടെ അടുത്ത് പോകാനും ഒരു കാശ് രൂപം ലഭിക്കുവാനും. പിന്നെ ഈ മകൾ ആ കാശ് രൂപം ഫോട്ടോ എടുത്ത് പിന്നെയാണ് അമ്മയെ മുറുക്കെ പിടിച്ചുള്ള ഒരു ജീവിതം, അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു പിന്നീട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെടുന്നത്. നമുക്കും ഈ മകളെപ്പോലെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 മാസം കൊണ്ട് ശരിയാകേണ്ട എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കത് ലഭിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കാനായിൽ അവരുടെ കാര്യം മനസ്സിലായ, ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായ അമ്മ ഈശോയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവരുടെ കാര്യം ചെയ്ത പോലെ തന്നെയാണ് ഈ മകൾ പെട്ടെന്ന് UK പോകേണ്ട കാരണമുണ്ടായിരുന്നുകൊണ്ട് 3 മാസം എടുക്കേണ്ട പേപ്പർ വർക്കാണ്, എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ നമ്മളെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഉണ്ടായിരുന്നതാണ് PGMA ലിറ്ററേച്ചറിൻ്റെ 3 സപ്ലിമെൻ്ററി പ്രോബ്ലമായിരുന്നു. അത് റീവാലുവേഷന് കൊടുത്തപ്പോഴാണ് അതും ഒരു വലിയ ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൾക്ക് അതും ക്ലിയറാക്കാൻ സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു. കസ്റ്റമർ സർവീസിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എഴുതാൻ പോയത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് UK ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ജോലി ലഭിച്ചത്. ഇതൊക്കെയാണ് ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന ഉടമ്പടി മക്കളുടെ കൂടെ നിന്ന് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ 1000ഓളം മെയിൽ അയച്ചിരുന്നു. പല പ്രാവശ്യവും പല മെയിലുകൾ ആങ്ങളെയും പെങ്ങളും ഒന്നിച്ച് അയച്ചിരുന്നു. അതിനെല്ലാം നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നത്. ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് ഈ വലിയൊരു ജോലി, അസിസ്റ്റൻ്റ് മാനേജറായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ മക്കളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ നമുക്കതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളുമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കാം, ദൈവത്തെ വിശ്വാസത്തോടെ വിളിക്കാം. അമ്മേ ഈശോയെ നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രത്യാശയും വഴിയും വെളിപ്പെടുത്തി തരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആൻമരിയയ്ക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.